നമസ്കാരം. നമുക്ക് മണി ബ്ലോക്സ് അതിൻ്റെ ഒരു കാർഡ് റീഡിംഗ് എടുത്ത് നോക്കാം. ഇതൊരു കോമൺ ആണ്, മണി ബ്ലോക്സിൻ്റെ കാർഡ് റീഡിങ്. അപ്പോൾ എല്ലാവർക്കും അത് ഒരേപോലെ റെസണേറ്റ് ചെയ്യണമെന്നില്ല. കാരണം എല്ലാവരുടെ എനർജി ഒരുപോലെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ഇത് വായിച്ച് നോക്കുന്നതുകൊണ്ട് ഒട്ടുമിക്കുള്ള ആൾക്കാരുടെയും എനർജി ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി പേഴ്സണലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി എന്നെ വിളിച്ചാൽ മതി. മണി ബ്ലോക്സിൻ്റെ നമുക്ക് കാർഡ് പേഴ്സണലി റീഡ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിത് നോക്കാം. എന്ത് ബ്ലോക്സാണ്, എന്താണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ആദ്യത്തെ. മണി ബ്ലോക്കിന് കാരണം മെയിനായിട്ട് എന്താണെന്നുള്ളതാണ് ആദ്യത്തേത്. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്ത് എനർജിയാണ് ഇതിന് കാരണം എന്നുള്ളതാണ് മൂന്നാമത്തേത്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതാണ് അടുത്തത്. പിന്നെ എങ്ങനെ അതിന് ഫ്രീ ആവാം, ഹൗ ടു റിമെയിൻ ഫ്രീ ഫ്രം ദീസ് ബ്ലോക്സ് എന്നുള്ളതാണ് അടുത്തത്. പിന്നെ എന്ത് ന്യൂ എനർജിയാണ് എന്നിലേക്ക് വേണ്ടത് എന്നുള്ളതാണ് ലാസ്റ്റത്തെ. എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മണി ബ്ലോക്ക് മാറ്റാൻ മാത്രമുള്ള എന്ത് എനർജിയാണ് വേണ്ടതെന്നുള്ളതാണ് അടുത്തത്. നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് ബ്ലോക്കിനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾ നല്ലൊരു ലക്ഷറി ലൈഫ് ഒരുപക്ഷെ ജീവിച്ചവരായിരിക്കാം. അപ്പോൾ അത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, ദൂർത്തുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളുടെ അടുത്തുള്ള പൈസ കളഞ്ഞു പോയിട്ടുണ്ടാവാം. മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളറിയാത്ത കാര്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് കുറേ പൈസ പോയിട്ടുണ്ടാവാം. ബിസിനസ്സിൽ അതുപോലെ പോയിട്ടുണ്ടാവാം. ഓക്കെ, പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ കൂടിയിട്ടൊക്കെ ബിസിനസ്സിൽ പോയിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ കാരണമാണ് നിങ്ങളുടെ പൈസ ബ്ലോക്കായിട്ടുണ്ടാവാനുള്ള മെയിനായിട്ടുള്ള സാധ്യത എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതെവിടെ നിന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിൽ ഹൃദയത്തിലേറ്റ മുറിവ്, അതായത് ഇതൊക്കെ കാരണം നിങ്ങൾക്ക് ഹൃദയത്തിലേറ്റ മുറിവ് കാരണമാണ് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ പേടിച്ചു പോയത്. അത് കാരണമാണ് നിങ്ങൾക്ക് ആ ബ്ലോക്കും ഉണ്ടായതെന്നുള്ളത്. അതായത് ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മൊത്തത്തിൽ ബ്ലോക്കായി പോകുമല്ലോ. വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മളാകെ തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അറിയാതെ ചെയ്യുന്ന ബിസിനസ്സുകൾ, അതൊക്കെ നമ്മൾ വല്ലാതെ അലട്ടുന്നുണ്ടാവും. അതായത് ഒന്നിലും പെടാതെ അങ്ങ് പോയിട്ടുണ്ടാവും. ലാസ്റ്റിൽ അതായത് കയ്യിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവില്ല. അത് പറയാനും പറ്റില്ലാത്ത ഒരു അവസ്ഥയും കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ ലക്ഷറിയിൽ, അതായത് അനാവശ്യ ചിലവുകൾ, ദൂരത്തുകളൊക്കെ ഉണ്ട്, അതിൽ കൂടിയിട്ടൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാവണം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇനി എന്ത് എനർജിയാണ് നിങ്ങളെ അതിന് കാരണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കുട്ടിക്കാലത്ത് കണ്ട, അല്ലെങ്കിൽ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ മുന്നേയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞിട്ട് അതിൽ കൂടിയിട്ട് നിങ്ങൾ ചെയ്തതാവാം. പാർട്ട്ണർഷിപ്പിൽ കൂടി ചെയ്തതാവാം, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ചെയ്തതാവാം. അല്ലെങ്കിൽ അതായത് പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങൾ ചെയ്തത് കൊണ്ടാവാം. അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്താവാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പൈസ ബ്ലോക്ക് ചെയ്തതിലൊക്കെ മാറിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെ നമ്മൾക്കതിനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടവറാണ് വന്നിട്ടുള്ളത്. ടവർ വന്നത് നിങ്ങൾ ഇതുവരെ എല്ലാം കൊണ്ടും തകർന്നു പോയിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ വരിക എന്നുള്ളതാണ്. അതായത് ഇതുവരെ കഴിഞ്ഞ് ഒന്നും ചിന്തിക്കാതെ പുതുതായിട്ടുള്ള നിങ്ങളുടെ ജീവിതം പുതുതായിട്ട് കരുപ്പിടിപ്പിക്കുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ്സിലേക്ക് വരാൻ പറ്റുന്നതാണ് ടവർ കൂടിയിട്ട് വന്നിട്ടുള്ളത്. ഇതുവരെ ചെയ്ത ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. എന്ത് നടന്നു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതങ്ങനെ തന്നെ ചിന്തിക്കുക. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അയ്യോ അത് ചെയ്തിരുന്നെങ്കിൽ ഇതാവുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. പോയത് പോട്ടെ. പക്ഷേ നിങ്ങൾ പുതിയൊരു തുടക്കം, അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ളതാണ് ടവറിൽ കാണിക്കുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് സോഡാണ്. നിങ്ങൾക്ക് അതിനുള്ള എന്താണ് ഹൗ ടു റിമെയിൻ ഫ്രീ ഫ്രം ബ്ലോക്സ് എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ ബ്ലോക്കെല്ലാം മാറ്റിയിട്ട് വരിക എന്നുള്ളത് വെച്ചാൽ നിങ്ങൾ നൈറ്റ് ഓഫ് സോഡാണ്. അതായത് ആ അഭിനിവേശം, നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള അഭിനിവേശത്തോടു കൂടിയിട്ട് ഒരു പോരാളിനെ പോലെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നുള്ളതാണ് നൈറ്റ് ഓഫ് സോഡ് കൂടിയിട്ട് കാണിച്ചിട്ടുള്ളത്. ആ ഒരു എനർജി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. ഇനി ഏതാണ് പുതിയ എനർജി എന്ന് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അതായത് ഹൗ ടു റിമെയിൻ ഫ്രീ ഫ്രം, നിങ്ങൾ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്ത് മാറേണ്ടത് ചോദിച്ചപ്പോഴാണ് നൈറ്റ് ഓഫ് സോഡ് വന്നത്. എന്ത് എനർജി, അതായത് നിങ്ങൾക്ക് വേണ്ട പൂർണ്ണമായിട്ടുള്ള എനർജി എന്താണെന്ന് വെച്ചാൽ അത് വേൾഡാണ്. വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ശക്തി നിങ്ങൾക്ക് ആർജിക്കുക എന്നുള്ളതാണ്. അഹങ്കാരം ഒഴിവാക്കിയിട്ട് അതേ ശക്തിയോട് കൂടിയിട്ട് എല്ലാം മനസ്സാക്കിയിട്ട് അനുകമ്പയോടും വിനിയോഗത്തോടും കൂടിയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുമെന്നാണ് വേൾഡ് കൂടിയിട്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അനാവശ്യ ധൂർത്ത്, പാഴ്ചെലവ്, ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നിങ്ങളറിയാത്ത, പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് എമൗണ്ട് ഇട്ടത് ഒക്കെ നിങ്ങളെ വല്ലാതെ
തകർത്തിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ അറിയാതെ ചെയ്ത കാര്യങ്ങളും ഇത് രണ്ടുപേരും അതും അതിലോട്ട് വഴി വെച്ചിട്ടുണ്ടാവാം. അത് രണ്ടുപേരും എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാരണം നിങ്ങളെ ഹൃദയം വല്ലാതെ തകർന്നു പോയി, മീൻസ് സാമ്പത്തികമായി വല്ലാതെ തകർന്നു പോയി. അതിന് കാരണക്കാരായിട്ടുള്ളത് പഴയ കാലങ്ങളിലെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ ആവാം, അല്ലെങ്കിൽ പഴയ ബന്ധങ്ങളോ ഒക്കെ ആവാം. അവർ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ പെട്ടെന്നുള്ള വികാരങ്ങളിൽ പെട്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന് തകരാനുള്ള കാരണം ഉണ്ടാവാം. അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളൊരു റീബേർത്ത് പോലെ, ഒരു പുനർജന്മം പോലെ നിങ്ങൾ നോക്കുക. ഒപ്പം നിങ്ങൾക്ക് ഒരു പോരാളിനെ പോലെ പൊരുതുക. നിങ്ങൾ ദ വേൾഡ്, അതായത് നിങ്ങളുടെ കീഴിൽ കാൽ കീഴിലേക്ക് എല്ലാം എത്തുന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നടന്ന എന്താ ചോദിച്ചാൽ പോട്ടെ, പുതിയൊരാളായിട്ട് മാറുക, വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു.